ഇപ്പോൾ തന്നെ അഹാന കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്നു. ഞാൻ മറ്റേ കാര്യം ഓർമ്മയുണ്ടല്ലോ. അതെ, നമ്മൾ ധാരാളം വേദന എടുത്തും അനുഭവിച്ചും വന്നതുകൊണ്ട് മറ്റൊരാളുടെ പെയിൻ നമുക്ക് റിലേറ്റ് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൃഷ്ണകുമാരേട്ടെ എനിക്ക് ഇവിടെ വന്നു ഇത് മാത്രം കൊടുത്താൽ മതി. അതും ഡോക്ടർ പറഞ്ഞ് കുറച്ചൊക്കെ തരും. അത് കുറച്ചൊരു പിള്ളേരെ ഉണ്ടാക്കി വിട്ടേ, അത് വേറെ വിഷയം. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നമ്മൾ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്, ഒരുപാട് വീഡിയോസിന്റെ അഭിപ്രായങ്ങൾ നിങ്ങളും ഞാനൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ പെൺകുട്ടികൾ ജനിക്കുക, അതായത് ഒന്നിലധികം പെൺകുട്ടികൾ ജനിക്കുക, ഒരു വീട്ടിൽ ജനിക്കുക എന്ന് പറയുമ്പോൾ അതിനുശേഷം ഉണ്ടാകുന്ന സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു കുറച്ചധികം വർത്തമാനമുണ്ട്. അതിനുശേഷം ഇതേ ആ ഫാമിലിക്കകത്ത് പിന്നെ ആ തുടക്കത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് സാമ്പത്തികമായിട്ടോ വല്ല കാര്യങ്ങളൊക്കെ പ്രശ്നമാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, ഇത് പെറ്റ് കൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പഴി വരെ കേൾക്കേണ്ടി വരും. അവിടെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സത്യം പറഞ്ഞാൽ ഇത് എല്ലാവരും കണ്ടിരിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതിനെ തുറന്നു പറയാം. ഇതിന് ചിലർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുകൾ ഉണ്ടാവാം, അതൊക്കെ രാഷ്ട്രീയവും ആശയവുമാണ്, മാറ്റി നിർത്താം. പക്ഷെ ഇതിനകത്ത് ഒരച്ഛൻ അത് പറയുന്ന കാര്യങ്ങളൊക്കെ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളാണ്. കേൾക്കാം. ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ കൂടി ഉണ്ട്, ഉസ്താദ് ഹോട്ടലിൽ. അങ്ങനെ ഞമ്മക്കൊരു മോൻ, ഓനൊരു സുന്ദരനാവും. പെൺകുട്ടിയാ നാലാമത്തെ നമ്മുടെ പെൺകുട്ടി. അന്ന് തന്നെ അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം എനിക്ക് 3 പെൺകുട്ടികളുണ്ട്. നാലാമത്തെയാണ് ഇവിടെ വരുന്നതിന് പലരും തോളൊക്കെ കൃഷ്ണമാരെ വിഷമിക്കുന്നു വേണ്ട. ഇന്നത്തെ കാലത്ത് ആണും പെണ്ണും ഒക്കെ ഒരുപോലെ തന്നെയാണ് കേട്ടോ. ഇത് സമൂഹത്തിന്റെ ഒരു മൊത്തത്തിൽ ഇപ്പം എനിക്ക് നേരിട്ട് അറിയുന്ന കുറേ അധികം കുടുംബങ്ങളുടെ അകത്ത് 3 പെൺകുട്ടികളുള്ള വീടുകളുണ്ട്. പക്ഷെ സത്യം പറയാമല്ലോ, അവരൊക്കെ ഇന്ന് വളരെ നന്നായിട്ട് വളരെ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്നു. വേറെ സത്യം, ഈ പെൺകുട്ടികൾ ജനിക്കുന്നത്, ചില വീട്ടുകാർ പെൺകുട്ടികൾ ജനിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും. ഒരു പെണ്ണായിരുന്നുവെങ്കിൽ, ഇപ്പം എനിക്ക് 2 ആൺകുട്ടികളാണുള്ളത്. സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടി ഒരു പെണ്ണായിരുന്നുവെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കിട്ടിയ ആൺകുട്ടികളാണ്. അതിനകത്ത് വളരെയധികം സന്തോഷമാണ്, ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് 3 പെൺകുട്ടികൾ, അല്ലെങ്കിൽ 4ാമത്തത് പെൺകുട്ടി ആവുന്ന സമയത്തും ആൾക്കാർ പലരും പല അഭിപ്രായങ്ങളും ഇതൊക്കെ ഷെയർ ചെയ്യും. കാരണം 4 പെൺകുട്ടികളാവുമ്പോഴേക്കും ജനിച്ചു വീഴുമ്പോൾ തന്നെ ആദ്യം ചിന്തിക്കുന്നത് കല്യാണത്തിനെ കുറിച്ചാണ്. കല്യാണ സമയത്ത് ഇവർക്ക് എന്ത് കൊടുക്കും? ഇതാണ് നമ്മുടെ പൊതുവായ സമൂഹത്തിന്റെ മൊത്തത്തിലൊരു ധാരണ. അവിടെ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മ ആ പിള്ളേരെ നന്നായിട്ട് വളർത്തിക്കൊണ്ടുവന്ന് അവരുടെ ടേക്ക് കെയർ ചെയ്ത് പിന്നെ ഫ്യൂച്ചറിൽ അവരെന്ന് അറിയപ്പെടുന്ന, അവരുടെ സ്വന്തം കാലം നിലനിൽക്കുന്ന, അവരിലൂടെ നിലനിൽക്കുന്ന ഒരു ഫാമിലി ആയിട്ട് മാറുന്നുവെങ്കിൽ എന്തൊരു വലിയൊരു ഫാമിലിയാണ് കൃഷ്ണകുമാർ. ഞാൻ പറഞ്ഞില്ല, പല കാര്യങ്ങളിലും ഈ ഒരു കൃഷ്ണകുമാർ ഫാമിലിക്കകത്തുള്ള ചില കാര്യങ്ങളോടെങ്കിലും വിയോജിപ്പ് എനിക്കുമുണ്ട്. പക്ഷെ എങ്കിലും അവർ വളരെ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണെന്ന് പറയാൻ എനിക്ക് ഇഷ്ടം. കാരണം സമൂഹത്തിൻ്റെ അകത്ത് പല കാര്യങ്ങൾക്ക് പല കാഴ്ചപ്പാടെല്ലാം ഉണ്ടെങ്കിലും മൊത്തത്തിൽ ഓവറോൾ നോക്കുമ്പോഴേക്കും ഒരു അടിപൊളി ഫാമിലിയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയൊന്നുമില്ല. ചില വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴും ഞാൻ ഇത് പറയുകയാണ്, അടിപൊളി ഫാമിലി തന്നെയാണ്. പൈസ വേണമല്ലോ. അച്ഛൻ അനിയത്തി ഡോക്ടർ ആയിരുന്നതുകൊണ്ട് ഡോക്ടർ ഫീസ് ആശുപത്രി മാത്രം കൊടുത്താൽ മതി. അതും ഡോക്ടർ പറഞ്ഞ് കുറച്ചൊക്കെ തരും. അത് കുറച്ചൊരു പിള്ളേരെ ഉണ്ടാക്കി വിട്ടേ, അത് വേറെ വിഷയം. കുറച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പിള്ളേരെ ഉണ്ടാക്കി വിട്ടായിരുന്നു. പുള്ളിയുടെ സംസാരത്തിന്റെ രീതിയുണ്ട്. എന്ന് വെച്ചാൽ കുട്ടികളെ ഭയങ്കര ഇഷ്ടം. നമുക്ക് ഞാൻ ഒരു കാര്യം ആത്യന്തികമായിട്ട് ഒന്ന് മതി എന്നൊക്കെ പലരും ചിന്തിക്കും, അല്ലെങ്കിൽ ഒന്നിനോടൊപ്പം ഒന്നും കൂടെ വേണം എന്നുള്ള രീതിയിൽ ഒരു കുട്ടിയായിട്ട് മാത്രമുള്ള ഒരുപാട് പാരൻസ് ചിലപ്പോൾ ഇത് കാണുമായിരിക്കും. എങ്കിലും ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് വെച്ചാൽ ഒന്നിനോടൊപ്പം ഒന്നുകൂടെ വേണമെന്നുള്ളത് തന്നെയാണ്. ഒരു കുട്ടി ഒന്നായിട്ട് മാത്രം വളരുന്ന സമയത്ത് അതിനൊരുപാട് നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് തന്നെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ പലരും ഒരു കുട്ടികളെ വളർത്തി അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ വേണം കേട്ടോ, നിങ്ങൾക്ക് ഒരെണ്ണത്തിനെ മാത്രം വളർത്തി അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം. ഞാൻ അത് പറയുന്നില്ല, ചിലപ്പോൾ പലർക്കും അത് വിഷമമാകും. വേണ്ട, അത് അറിയുന്നവർ കമൻറ്റ് ചെയ്യും. ഒരു കുട്ടി മാത്രമായിട്ട് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ, പരിമിതികളുണ്ട്. ആ കുട്ടിക്ക് വന്നേക്കാവുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ 2 കുട്ടികളാവുന്ന സമയത്ത് അത് ഉണ്ടാവുകയില്ല എന്നുള്ള ചില പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും 2 കുട്ടികൾ വേണമെന്നുള്ളതാണ് എൻ്റെയും ഒരു വ്യക്തിപരമായിട്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മൂത്ത ആളിന് 11 വയസ്സ്, ഇളയ ആളിന് ഇപ്പോൾ 5 വയസ്സാണ്. അപ്പം ആ ഒരു 6 വയസ്സോളമുള്ള ഡിഫറൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു കുട്ടികൾക്ക് ഇത് കൊടുത്തത്. അപ്പോൾ ഈ പെൺകുട്ടികളെന്ന്, ആൺകുട്ടികളുടെ കഥയല്ല, പെൺകുട്ടികളെന്ന് കേൾക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും മൾട്ടിപ്പിൾ ചിൽഡ്രൻസ്, അഥവാ 2 കുട്ടികളും ആവാം, അതിലും മേളിൽ ഈ കുട്ടികൾ വേണമെന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും സാമ്പത്തിക അടിത്തറ, സാമ്പത്തിക ഭദ്രത, മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ചിന്തിക്കാനോ സ്വപ്നം കാണാനോ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അങ്ങനെ അഥവാ സംഭവിച്ചു പോയിക്കഴിഞ്ഞാൽ തന്നെ അതിന് വരുന്ന കോൺസിക്വൻസസ് ഒക്കെ ആലോചിച്ച് തന്നെ പലരും വിഷമിക്കുന്നത് കാണാം. പക്ഷെ ഇവിടെ 4 പെൺകുട്ടികളെ വളർത്തി സക്സസ് ആയിട്ടുള്ള ഒരു അച്ഛൻ്റെ ഒരു ചിരി കാണുമ്പോണ്ടല്ലോ, സത്യസന്ധമായിട്ട് പറയട്ടെ, ഭയങ്കര സന്തോഷമാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ചിരി കാണുമ്പോൾ.
പിന്നെ ഇത്ര സിനിമയിലെ പ്രൊഡ്യൂസർമാരൊക്കെ നമ്മളെ ചതിച്ചത്. കാരണം ഒരു 5-6 പടം കൂടിയൊക്കെ മാസം തന്നിരുന്നെങ്കിൽ നമ്മൾ ജോലി ചെയ്ത് അന്നും പടമില്ല. അതെ, റിസർച്ചാണ് ജീവിതത്തിൽ. അങ്ങനെ പ്രൊഡക്ഷൻ അവിടെ കുറച്ച് ഒഴിവ് കുറച്ചു. അതെ അതെ, എന്നിട്ട് 4 വരെ ആയി അല്ലേ? 4 പുള്ളിക്ക് നിർത്താൻ ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമ കുറഞ്ഞു പോയതുകൊണ്ട് 4 പേരിൽ ഒതുങ്ങിന്നാ പറയുന്നത്. ആൾക്കാർ പറഞ്ഞു ഇവനൊക്കെ കുറച്ചൊരു പടം കൂടി കൊടുത്തില്ല. പക്ഷെ അവൾക്ക് ഇന്ന ആളെ കല്യാണം കഴിക്കണം ഒരു ദിവസം എൻ്റെ അടുത്ത് പറയുന്നു. ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞ് എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചല്ല, അച്ഛനും അമ്മയും ഒന്നും ചിലവാക്കണ്ട, ഞങ്ങളെ ചിലവാക്കണം. ഇത് ആദ്യം പറയേണ്ടതല്ലേ? പക്ഷെ ഞാൻ എന്ത് ചെയ്തു, അപ്പം മറ്റുള്ളവരിക്കാൻ ഞാൻ മറ്റേ ഒന്ന് ഹൈലൈറ്റ് ഞാൻ കേട്ടല്ലോ, ഇങ്ങനെ വേണം നിങ്ങളും ചെയ്യാൻ. ഒരു സമൂഹത്തിന് മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് ഈ കുട്ടികളെ നമ്മൾ സൃഷ്ടിക്കുന്നു, ഉണ്ടാക്കുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചുറ്റുപാടും സാഹചര്യങ്ങളും പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന പോലെയല്ല, ഫ്യൂച്ചറിൽ മകനും മകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു, കാറുണ്ടാക്കി കൊടുക്കുന്നു. അവർക്ക് ഫ്യൂച്ചർ എന്ന് സ്പൂൺ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനപ്പുറത്തേക്ക് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം വലിയൊരു കാര്യമാണ്. അതായത് സ്വന്തം മക്കൾ തന്നെ പറഞ്ഞു കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് അച്ഛനൊന്നും അറിയണ്ട എന്ന് പറയുമ്പോൾ താൻ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾ അവരുടെ സ്വന്തം കഷ്ടപ്പാട് കൊണ്ടുണ്ടാക്കിയ പണത്തിൽ അവർ തന്നെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള പങ്കാളി തിരഞ്ഞെടുത്ത് അവർ വിവാഹം കഴിക്കുന്നു. അദ്ദേഹം ഇതിനകത്ത് വേറെ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അതാ മൂത്ത ആൾ നിൽക്കുമ്പോൾ ഇളയാൾ വിവാഹം കഴിക്കുന്നു. അതിനെന്താ പ്രശ്നം? അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർ വിവാഹം കഴിക്കുന്നു. ഇതൊക്കെയാണ് മാതൃകയാക്കേണ്ടത്. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെയാണ് മാതൃകയാക്കേണ്ടത്. അതായത് മൂത്ത കുട്ടി നിൽക്കും, ഇളയ കുട്ടി, ഇതൊക്കെ എന്തിനാ ചിന്തിക്കുന്നത്? ഈ കാലഘട്ടം മാറി വരുമ്പോൾ നമ്മുടെ ചിന്താഗതികൾക്ക് ഒരുപാട് മാറ്റം വരണം. അതിൽ നമുക്ക് നോക്കുമ്പോഴേക്കും ഒരുപാട് കാര്യങ്ങളിൽ ഈ ഒരു ഫാമിലി വളരെ മുമ്പിൽ തന്നെയാണ്. അഹാന എന്ന് പറയുന്ന മൂത്ത കുട്ടി നിൽക്കുമ്പോൾ ഇളയ കുട്ടി നമ്മുടെ ഓസി വിവാഹിതയാകുന്നു, ഒരു കുഞ്ഞിൻ്റെ അമ്മയാകുന്നു. ആ കുട്ടിക്ക് വളരെയധികം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഉണ്ട്. അതോടൊപ്പം തന്നെ അഹാനയ്ക്ക് ബിസിനസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ഇളയ കുട്ടിയുള്ള പേര് പറഞ്ഞു അറിയുന്ന ഒരു ഗവൺമെന്റ് ഏറ്റവും ഇളയ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിക്ക് ഭയങ്കര ഫാൻ ഫോളോവേഴ്സാണ്. ക്രഷ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒത്തിരി പോസ്റ്റുകൾ വരുന്നതാണ്. അപ്പം അവരെല്ലാവരും ആൾക്കാരെ അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അതായത് ഒരു ഫാമിലിക്കകത്തുള്ള മൊത്തം അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നു. ആ വരുമാനത്തിലൂടെ അവർ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ടും പോകുന്നു. അപ്പോൾ അങ്ങനെ വേണം ബാക്കിയുള്ള മക്കളോടത്തും കൂടെ പറയുമ്പോൾ ഒരു അച്ഛനെ സംബന്ധിച്ചോളം അദ്ദേഹം ഇത് ചിരിച്ചുകൊണ്ട് പറയുന്നെങ്കിലും അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മക്കളുള്ള ഒരു അച്ഛൻ്റെ ഏറ്റവും വലിയ വിശാലമായിട്ടുള്ള ചിരിയാണ് അവിടെ കാണാൻ പറ്റുന്നത്. നമ്മളിലൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേരൻസിന് അത് കഴിയുന്നതാണ്. മക്കൾ ഓരോ ആവശ്യങ്ങളൊന്ന് പറയും, എനിക്കൊരു 100 രൂപ വേണം, എനിക്ക് അവിടെ പോകാൻ, അല്ലെങ്കിൽ എനിക്ക് ഡ്രസ്സ് വേണം, ഈ ഡ്രസ്സ് വാങ്ങിത്തരണം, അല്ലെങ്കിൽ എനിക്കൊരു ഡ്യൂക്ക് ബൈക്ക് വേണം, മറ്റത് വാങ്ങിത്തരണം എന്നൊക്കെ പറഞ്ഞതിനപ്പുറം അവരുടെ സ്വന്തം അധ്വാനത്തിൽ അവർ തന്നെ അത് ഉണ്ടാക്കുന്നു എങ്കിൽ അതൊരു ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമല്ലേ? ഇതൊക്കെ ഞാൻ പറഞ്ഞു ഈ ഒരു വീഡിയോ റെലവൻ്റ് ആണ്. കാരണം ഇങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികളെ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ പൈസയ്ക്ക് വില അറിഞ്ഞ് അവരെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ആ പൈസ ഉണ്ടാക്കി മക്കളെ അച്ഛനമ്മമാർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനത് നടന്നൊരു കാര്യം മാത്രം പറയുന്നതാണ്. ഇപ്പം എൻ്റെ മകൻ സ്കൂളിലേക്ക് അവൻ്റെ സ്കൂളിൽ മറ്റെന്തുകൊണ്ട് ടൂർ പോകണമെന്ന് പോകാൻ പറഞ്ഞു. അപ്പോൾ സ്കൂളിൽ ടൂർ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ എനിക്ക് പോകുന്ന സമയത്ത് വല്ല പൈസ വല്ലതും തരണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാണ് നിനക്ക് പൈസ? ഇപ്പോൾ ടൂറിൻ്റെ പൈസ ഞാൻ കൊടുത്തു, അപ്പോൾ നിനക്ക് എന്തിനാണ് കാശ്? അപ്പം പറഞ്ഞില്ല, എനിക്ക് വേണം, എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നടന്നൊരു കാര്യം. നിങ്ങളടുത്ത് ഞാൻ ഒരിക്കലും ഇങ്ങനെ കള്ളം പറയാറില്ല. അപ്പോൾ അവന് വേണ്ടത് 600 രൂപയാണ്. ഞാൻ ആദ്യം 100 രൂപ കൊടുത്തു. പക്ഷേ 100 രൂപ കൊണ്ടൊന്നും ആവത്തില്ല, എന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ അവൻ ആഗ്രഹിച്ച പോലെ തന്നെ 500 രൂപയോടെ ഞാൻ അവൻ്റെ കൊടുത്തു. അങ്ങനെ 600 സന്തോഷവാനായിട്ട് തിരിച്ചു പോയി. അങ്ങ് പോയി. ഇവൻ എന്ത് വാങ്ങാനാണ് ശ്രമിച്ചത്? ഞാൻ അപ്പോഴും പറഞ്ഞൊരു കാര്യം, നീ ഈ പൈസ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്, അച്ഛൻ ചിലപ്പോൾ ഉറക്കം ഉളച്ചുണ്ടാക്കുന്നതാണെന്നുള്ള ബോധത്തോടുകൂടി വേണം ചിലവാക്കാൻ. അല്ലാതെ നീ ഒരു കാരണവശാലും ഈ പൈസ അച്ഛൻ തന്നു അതുകൊണ്ട് എന്തും വാങ്ങി ചിലവാക്കാൻ ചിന്തിക്കരുത്. നാളെ ചിലപ്പോൾ ഇതില്ലാത്തൊരവസ്ഥ വന്നേക്കാം. അതുകൊണ്ട് പൈസ ആലോചിച്ചും കണ്ട് മാത്രം ചിലവാക്കാമെന്ന് പറഞ്ഞു വിട്ടു. ഈ മഹാൻ അഥവാ എൻ്റെ മൂത്ത മകൻ ടൂർ പോയിട്ട് വന്നിട്ട് വാങ്ങിക്കൊണ്ടുവന്നത് അമ്മയ്ക്ക് എന്തോ ഒരു കമ്മല്, അച്ഛന് ഒരു ഗ്ലാസ്, കുറഞ്ഞൊരു ഗ്ലാസ്സാണ്, എന്നാൽ അവൻ്റെ സന്തോഷത്തിൽ അവൻ വാങ്ങിയതാണ്. അച്ഛനും അമ്മയ്ക്കും അനിയനും അമ്മൂമ്മയ്ക്കും എന്തൊക്കെയൊക്കെ അവൻ വാങ്ങിക്കൊണ്ടുവന്നു. ആലോചിച്ച് നോക്കണം. അങ്ങനെ കുട്ടികളെ ഇൻഡിപെൻഡൻ്റ് അപ്പം പൈസ ചിലവാക്കുന്നുവെങ്കിൽ അത് എങ്ങനെ ചിലവാക്കണമെന്നത് അടക്കം നമ്മൾ ഈ കാലഘട്ടത്തിൽ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ എല്ലാം ചോദിക്കുന്നത് മാത്രം അതെല്ലാം വാങ്ങി അവർക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരുന്നാലൊരു പ്രശ്നം. കുട്ടികൾക്ക് സർവൈവൽ സ്കിൽ ഉണ്ടാവത്തില്ല. അവർ ഇവോൾവ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കഴിയത്തില്ല. അവർ എവിടെയെങ്കിലും ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് സാഹചര്യം വരുമ്പോഴേക്കും അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാതെ അവിടെ പകച്ചു നിൽക്കും. അതിന് പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അവിടെ അദ്ദേഹം വിജയിച്ച ഒരാളാണ്. സീരിയസ്ലി സമാധാനം, സുഖം. ഇപ്പൊ എന്താവശ്യം ഉണ്ടെങ്കിലും ഇപ്പോഴേ ഇവർത്തൊക്കെ പറയാം, അശ്വിൻ അത് ചെയ്തേക്കണേ, അർജുൻ അങ്ങനെയാണ്, നിമിഷ ഇങ്ങനെയാണ്. ഇപ്പൊ തന്നെ അഹാന കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്നു. ഞാൻ ഒറ്റ കാര്യം ഓർമ്മയുണ്ടല്ലോ, അതെ മറ്റേ കാര്യം ഓർമ്മയുണ്ടല്ലോ പറഞ്ഞ് മനസ്സിലായില്ലേ? അതായത് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി കെട്ടിക്കോ, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ റെഡിയാണ് കൂടെ നിൽക്കാൻ എന്ന് പറഞ്ഞാൽ മറ്റേ കാര്യം ഓർമ്മയുണ്ട്.
പുള്ളിയുടെ ചിരി ഈ അടുത്ത കാലത്തുനിന്ന് പുള്ളി ഇത്രയും വളരെ ഓപ്പണായിട്ട് ഇങ്ങനെ ചിരിച്ച് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടില്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ എടുത്തത്. കാരണം ഒരുപാട് പേര് കാണും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ രാഷ്ട്രീയമോ മറ്റുള്ളവരൊക്കെ മാറ്റി നമ്മൾ മനുഷ്യരാണേ. ഓക്കെ, അതൊക്കെ വിട്. 100 വർഷത്തിനപ്പുറം നിങ്ങൾ ഞാനൊന്നും ഇവിടെ ഇല്ല, നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാകത്തില്ല. പക്ഷെ ഇവിടെ ഈ നിമിഷം ഉണ്ടല്ലോ, അപ്പൊ അത് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നമ്മളെ മുമ്പിൽ കുറച്ച് ദിവസം ജീവിക്കുന്നതിന് എന്തെങ്കിലും ഇൻസ്പയർ ആവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ, ഏത് മതമോ ഏത് രാഷ്ട്രീയമോ ഏത് ജാതിയോ എന്തോ ആയിക്കൊണ്ടുപോട്ടെ, നമ്മൾ മനുഷ്യരാണ്. അത് സ്വീകരിക്കാൻ പറ്റുന്നതൊക്കെ സ്വീകരിക്കുക. നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല കാര്യങ്ങൾ ആര് തന്നാലും അത് ഞാൻ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മൾ ധാരാളം വേദന എടുത്തും അനുഭവിച്ചും വന്നതുകൊണ്ട് മറ്റൊരാളുടെ പെയിൻ നമുക്ക് റിലേറ്റ് ചെയ്യും, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൃഷ്ണകുമാറേട്ടെ എനിക്ക് ഇവിടെ വന്നു നമ്മൾ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ഫെബ്രുവരി 14-ാം തീയതി നമുക്ക് ഇവിടെ തറക്കല്ലിട ചടങ്ങ് നടത്തി. ഇവിടെ ഈ മഴയ്ക്ക് മുമ്പേ ചെയ്യണമെന്ന്, പണി തീർത്ത് തരണമെന്ന് കൃഷ്ണകുമാറേട്ടൻ പറഞ്ഞിട്ട് ഇത് വീടെന്ന് പറയാൻ പറ്റി. നമ്മളിരിക്കുന്ന ഈ റൂമിന്റെ അത്രയും ഇല്ല. നമുക്കിനി വാടക കിടക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞു നമുക്ക് സ്ഥലമുണ്ടല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ ഈ ചുള്ളിക്കമ്പുകളെല്ലാം പറക്കി വിട്ട് ടാർക്കോളത്തിൻ്റെ അടിയിൽ ഞാനും എൻ്റെ മക്കളും കിടന്നു. 2.5 വർഷം വരെ മണ്ണെണ്ണ വിളക്കിലാണ്, മണ്ണെണ്ണ വിളക്കുമല്ല മെഴുകുതിരിയിലാണ് പിള്ളേർ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ പണം ഇങ്ങനെ വരും, നിന്റെ അല്ല, ഇന്ന സ്ഥലങ്ങളിൽ എത്തിക്കാൻ നിന്നിൽ എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കാം. ഈ പൈസ വരുമ്പോൾ ചിലപ്പോൾ നമ്മളോട് തന്നിരിക്കുന്ന അവിടെ കൊടുക്കാനാണെങ്കിലോ. ഇപ്പൊ നമ്മള് ഈ ചില കാര്യങ്ങൾ, ഇപ്പൊ ഇതിനകത്തും ചില വിമർശനങ്ങൾ വരും. അവര് PR കാണിക്കുന്നതാണ്, അവര് ഇത് കൊടുത്തിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഞാൻ സ്വാഭാവികമായിട്ട് ഈ പല ചാരിറ്റി പരിപാടികൾക്കും എഗെയിൻസ്റ്റ് തന്നെയാണ്. അതിനകത്ത് പലതും ഇന്റൻഷനലി ചെയ്യുന്നതായിട്ട് തോന്നാറുണ്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇത് ഇദ്ദേഹം നിരന്തരം ചെയ്യുന്ന പരിപാടിയല്ല. നിരന്തരമായിട്ട് ഇങ്ങനെ ആരെങ്കിലും വീട് വെച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഇപ്പം ആർക്കെങ്കിലും ഇത് കൊടുക്കുന്നു. അപ്പൊ അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാക്കി ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരേ അല്ല. അത് മാത്രമല്ല, ഇതിനകത്ത് മനസ്സിലാക്കുന്നത് ഇവരുടെ തന്നെ ഒരു ചാരിറ്റി, ഇവരുടെ തന്നെ ഒരു ഫാമിലി ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, പിന്നെ ഏതൊരു ഓർഗനൈസേഷൻ സഹായിച്ചിട്ടുണ്ടെന്നൊക്കെ ഇന്നാളത്തെ ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അന്നാ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മളൊരു കാര്യം ചെയ്യുന്നില്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല, അവിടെ എവിടെയെങ്കിലും മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്ന, അത് ഏത് ഇതിൽപ്പെട്ട ആർക്കാണെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു കാര്യം ആര് ചെയ്താലും നല്ലതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ അത്രയും പോയിട്ട് അതിൽ 400-100-ലോ 1000-ലോ അംശം നമ്മൾ ചെയ്യുന്നില്ല. വെറുതെ വിമർശനം മാത്രം ഉന്നയിച്ചുകൊണ്ടിരുന്നത് നമുക്ക് അങ്ങനെ ഒരു കാര്യമില്ല. പക്ഷെ ഇതൊരു ബിസിനസ് ആക്കുന്ന പരിപാടിയോട് ഞാൻ യോജിക്കത്തില്ല. അത് ആര് ചെയ്തിരുന്നാലും അത് യോജിക്കത്തില്ല. അതിന്റെ സമയാസമയങ്ങളിൽ വിമർശിക്കാറുണ്ട്. അതുകൊണ്ട് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. ആൾക്കാർ കൃഷ്ണകുമാറും നിങ്ങളൊരു മോഡൽ കപ്പിളാണ്, തൊട്ടും പടി ആള് തഗ്ഗിന്റെ ഉസ്താദാട്ടോ. അല്ല ഇതിനൊക്കെ നിങ്ങളിത് ഈ വീഡിയോ കണ്ടാൽ ഇപ്പൊ വെറൈറ്റി മീഡിയക്കകത്ത് ഈ ഒരു ഫുൾ വീഡിയോ ഉണ്ട്, നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നല്ല രസമുണ്ട്. കൃഷ്ണകുമാർ ചേട്ടൻ സംസാരം കേട്ടിരുന്ന് പോകും, മടുപ്പ് തോന്നുന്നു. സീരിയസ്ലി ഇപ്പൊ തന്നെ കുറച്ച് സമയമായെങ്കിലും എനിക്കും അത്ര മടുപ്പ് തോന്നുന്നില്ല. ഇതിനിടയിൽ ഒരു വീട് കയറി വന്നുകൊണ്ട് മാത്രം ഞാൻ പറയാം, ഇതിനകത്ത് എത്രയോ ആൾക്കാർ, നിങ്ങളിൽ എത്രയോ ആൾക്കാർക്ക് ഇപ്പോഴും വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഒന്ന് പറ്റുമെങ്കിൽ കമന്റ് ചെയ്യും. അതോടൊപ്പം എത്രയോ ആൾക്കാർക്ക് വീട് എന്നുള്ളൊരു സ്വപ്നം കൊണ്ട് നടക്കുന്നവരുണ്ട്. ഇപ്പം ഇപ്പൊ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ വാർത്തയാണ് നമ്മുടെ ഒരു പാലം ഉദ്ഘാടനം ചെയ്തല്ലോ, ഒരു ദ്വീപിലേക്ക് പോകുന്നത്. ഇന്ന് പെരുമ്പളമാണോ സ്ഥലത്തിന്റെ പേര്? തെറ്റാണെങ്കിൽ ക്ഷമിക്കാം. അങ്ങനെ എന്തോ ആണ് പേര്, പെരുമ്പളമാണോ എന്തോ. ആ സ്ഥലത്തേക്ക് പോകുന്ന ആ ഒരു പല വീഡിയോസും റീലുകളും ഞാൻ കണ്ടു. സത്യം പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ലിറ്ററലി ഞാൻ കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ പലതും കണ്ടത്. കാരണം ആ ദ്വീപിൽ ജനിച്ച് 50-58 വയസ്സുള്ള ഒരു മനുഷ്യനും പറയുന്നു, എന്നെ ഇവിടെ പ്രസവിച്ചിട്ടിട്ട് എന്താണ് ആ പ്രസവിച്ച് അയാൾ വളർന്ന സാഹചര്യത്തിൽ തുടക്കത്തിൽ പോലും അവിടെ ആ ദ്വീപിൽ നിന്ന് ഇങ്ങോട്ട് കടത്തു വഞ്ചിയാണ്. ഈ കാലം നമ്മൾ പുരോഗമിച്ചു എന്ന് പറയുന്നത് നമ്പർ 1 ആണെന്ന് പറയുമ്പോഴും ഏതാണ്ട് 50-58 വർഷത്തിന് ശേഷം, 56 വർഷത്തിന് ശേഷം, പുള്ളിക്കാരൻ്റെ ഈ കാലഘട്ടത്തിന് ശേഷം ഇപ്പോഴാണ് അവിടെ ഒരു പാലം വരുന്നത്. ഇത്രയും ദൂരത്തേക്ക് ഒരു പാലമൊക്കെ വരുന്നത് ആദ്യമായിട്ട്, ഈ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ആ ദ്വീപിലേക്ക് ഒരു ബസ് പോയി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കുള്ളതുകൊണ്ട് നമുക്ക് മറ്റൊന്നും അറിയില്ല. നമുക്ക് ഇല്ലാത്തവരുടെ സൈഡിൽ നിന്ന് ഒന്ന് ചിന്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചില ദുർഗന്ധങ്ങൾ, ചില കാര്യങ്ങൾ എവിടെയെങ്കിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് റോഡിന്റെ സൈഡിൽ കൂടെ വലിയ ബുദ്ധിമുട്ട് വന്നു. ചേരി പ്രദേശത്ത് കിടക്കുന്ന ആൾക്കാരുടെ ജീവിതം, അവിടെ കൂടെയെങ്കിലും ഒന്ന് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ സീരിയസ്ലി നമുക്ക് അറിയാൻ പറ്റും അവരെത്രമാത്രം ഇതായിട്ടുള്ള സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം വീട് കിട്ടിയ ആ ഒരു സ്ത്രീ, നമുക്ക് വീടില്ലാത്തവർക്ക് അതിനെക്കുറിച്ച് വളരെയധികം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആർക്കാണെങ്കിലും വീടില്ലാത്തവർ ആശംസിക്കുന്നത് കിട്ടാത്തവർക്ക് വീട് കിട്ടിക്കോട്ടെ എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നല്ല മനസ്സും അദ്ദേഹത്തിന്റെ ഫാമിലി സൈഡിൽ നിന്ന് അദ്ദേഹം വളർത്തിയെടുത്ത 4 മക്കളും അവരുടെ സ്വന്തം കാര്യം നിൽക്കുന്നു എന്നുള്ള കാര്യം സമൂഹത്തിന് മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. രാഷ്ട്രീയവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പലതരം ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അത് നമ്മുടെ ഇവിടുത്തെ വിഷയമേ അല്ല. എങ്കിലും
ഓവറോൾ നോക്കുമ്പോഴേക്കും ഒരു അടിപൊളി ഫാമിലിയാണ് അവരുടേത്. പലതും നല്ലത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ചില വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എന്താണ് ഈ KK ഫാമിലിയെ കുറിച്ചുള്ള അഭിപ്രായം? ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യത്തിനോട്, ഞാൻ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ കൊടുക്കാം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്ന ഗൈസ്. ബൈ.